ഒരുപാട് ആളുകൾ സങ്കടം പറഞ്ഞ ഒരു വിഷയമാണ് സിഹിറിന്റെ പ്രശ്നം, അതുപോലെ കണ്ണേറിന്റെ പ്രശ്നം, അതുപോലെ പിശാജ് ബാധ, അതുപോലെ തന്നെ ജിന്ന് ബാധ. ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട വിഷയങ്ങളാണ്. ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് സിഹിറിൽ നിന്ന് രക്ഷപ്പെടാൻ, കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ, ജിന്ന് ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ, പിശാജ് ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ശ്രദ്ധിക്കേണ്ട 14 കാര്യങ്ങളെ കുറിച്ചാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന 14 കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിശാജിൽ നിന്ന്, ജിന്ന് ബാധയിൽ നിന്ന്, സിഹിറിൽ നിന്ന്, കണ്ണേറിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ് കേട്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്ക് ഈ ക്ലാസ് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകളെ ഹാസിലാക്കി തരട്ടെ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ, എല്ലാ ബുദ്ധിമുട്ടുകളും നീ അകറ്റിത്തരണേ റഹ്മാനെ, എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനും റഹീമുമായ പരമദയാലുവായ അല്ലാഹ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ സർവ്വ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ, സർവ്വ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. ഫലസ്തീനുള്ള മുത്തു മുഅ്മിനീങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലാഹ്, അവർക്ക് വെള്ളം നൽകണേ അല്ലാഹ്, ഭക്ഷണം നൽകണേ അല്ലാഹ്, താമസ സൗകര്യങ്ങൾ നൽകണേ അല്ലാഹ്, അവരെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ഫലസ്തീനിലെ മുത്തു മുഅ്മിനീങ്ങൾക്ക് നീ വിജയം നൽകണേ റഹ്മാനെ, മുഅ്മിനീങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ അല്ലാഹ്. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക, പുണ്യം നേടുക. ഒരുപാട് ആളുകൾക്ക് ആ മജ്ലിസ് കൊണ്ട് സന്തോഷവും സമാധാനവും റാഹത്തും ലഭിക്കുന്നുണ്ട്. അതിൽ നിങ്ങളും ഭാഗവത്താകുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ പറയുന്ന ഒരു സങ്കടമാണ് ഉസ്താദെ, സിഹിറാണ്, സിഹിർ കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അതെങ്കിൽ കണ്ണേറിട്ടുണ്ട് ഉസ്താദെ, കണ്ണേർ ബാത്തിലാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ജിന്ന് ബാധ, അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ സംഭവിക്കുക, അതുപോലെ തന്നെ പിശാജ് ബാധ. പ്രിയമുള്ളവരെ, ഈ പിശാജ് ബാധയിൽ നിന്നും, സിഹിറിൽ നിന്നും, കണ്ണേറിൽ നിന്നും, അതുപോലെ തന്നെ ശൈത്വാനിയത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള 14 വഴികളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ്സിൽ പങ്കെടുക്കുക, ജീവിതത്തിൽ ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. പിശാചി ബാധയിൽ നിന്നും, സിഹിറിൽ നിന്നും, കണ്ണേറിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നാം ശ്രദ്ധിക്കേണ്ട, ജീവിതത്തിൽ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം തവക്കുല് എന്നുള്ള വിഷയമാണ്. നമ്മളെ ജീവിതത്തിൽ തവക്കുല് അത്യാവശ്യമാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കണം. അങ്ങനെയായിരുന്നു മുൻകഴിഞ്ഞ പ്രവാചകന്മാർ. എല്ലാ കാര്യങ്ങളും അവർ അള്ളാഹുവിലേക്ക് ബരമേൽപ്പിച്ചിരുന്നു. അങ്ങനെയായിരുന്നു സഹാബിമാർ, അങ്ങനെയാണ് ഔലിയാക്കന്മാരൊക്കെ ജീവിച്ചത്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുക. അള്ളാഹുവിലേക്ക് ബരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അള്ളാഹു ഉണ്ട്, എല്ലാറ്റിനും അള്ളാഹു ഉണ്ടാകും. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, സർവ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഫഹുവ ഹസ്ബു, പിന്നെ അവനിക്ക് അള്ളാഹു മതി. പിന്നെ അവനെ തൊടാൻ, അവനെ ആക്രമിക്കാൻ, അവനെ ശല്യപ്പെടുത്താൻ പിശാചിന് സാധ്യമല്ല, ഒരു ശത്രുവിനും സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ തവക്കുല് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുക. ശത്രുക്കള് ഗുഹയുടെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അബൂബക്കർ തങ്ങളെയും പിടിക്കാൻ വരുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, ശത്രുക്കള് മുശ്രിക്കീങ്ങള് നമ്മളെ പിടികൂടുമോ, അവര് നമ്മളെ കൊല ചെയ്യപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞു, യാ അബൂബക്കർ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട. ഇന്നല്ലാഹ മഅന, അള്ളാഹു നമ്മളെ കൂടെയുണ്ട്. അപ്പൊ അള്ളാഹിനെ നമ്മളെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, നമ്മളെ കൂട്ടുകാരനായി അള്ളാഹുവിനെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ഭയക്കേണ്ടതില്ല. ഒരു സിഹിറിനെയും, ഒരു കണ്ണേറിനെയും, ഒരു പിശാചിനെയും, ഒരു പിശാചിവാദയെയും, ഒരു നാശത്തിനെയും നമ്മൾ ഭയക്കേണ്ടതില്ല. അതിനെന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ച്
എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. എനിക്ക് എന്റെ റബ്ബുണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. സർവകാര്യങ്ങളും അള്ളാഹുവിലേക്ക് ബരമേൽപ്പിച്ചത് കൊണ്ടാണ് ബദർ യുദ്ധത്തില് ബദരീങ്ങള് അത്ഭുതമായി രക്ഷപ്പെട്ടത്. പ്രിയമുള്ളവരെ, ആ രക്ഷ നമ്മൾക്കും അള്ളാഹു നൽകും. അള്ളാഹുവിലേക്ക് സർവകാര്യങ്ങളും ബരമേൽപ്പിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുക. രണ്ടാമത്തെ കാര്യം തഖ്വ, റബ്ബിനെ സൂക്ഷിക്കലാണ്. നമ്മളെ ചിന്തയിലും പ്രവർത്തനത്തിലും എല്ലാ കാര്യങ്ങളിലും അള്ളാനെ സൂക്ഷിക്കലാണ്. അള്ളാനെ സൂക്ഷിക്കാതെ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല, ഖബറിൽ രക്ഷപ്പെടാൻ കഴിയൂല, സ്വർഗത്തിൽ രക്ഷപ്പെടാൻ കഴിയൂല. അള്ളാനെ സൂക്ഷിക്കണം. മഹാന്മാര് പറഞ്ഞു, തഖ്വൽ ഇലാഹി മദാറു കുല്ലി സഅദത്തിൻ, എല്ലാ വിജയത്തിന്റെയും കാരണം അത് തഖ്വയാണ്, അള്ളാനെ സൂക്ഷിക്കലാണ്, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കലാണ്. ആര് സിഹ്ർ ചെയ്താലും അത് നമുക്ക് ഫലിക്കൂല. നമ്മൾ അള്ളാനെ സൂക്ഷിച്ച് ജീവിച്ചാൽ. അങ്ങനെയായിരുന്നു മഹാന്മാരൊക്കെ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകൂല. ഇതാരാ പറഞ്ഞത്? അള്ളാഹു ഖുർആനിലൂടെ ആലിമ്രാൻ സൂറത്തിലൂടെ അള്ളാഹ് പറയുന്നുണ്ട്, വഇൻ തസ്ബിറു വതത്തഖൂ ലാ യളുറുക്കും കൈദുഹും ശൈആ. നിങ്ങൾ ക്ഷമയോടെ ജീവിച്ചു, അള്ളാഹു തരുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമയോടെ ജീവിക്കുകയും നിങ്ങളെ സർവ്വ കാര്യങ്ങളിലും അള്ളാനെ ഭയന്നുകൊണ്ട് അള്ളാനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ ലാ യളുറുക്കും കൈദുഹും ശൈആ, തമ്മാടികളായ ആളുകളുടെ ചതി, അതല്ലെങ്കിൽ നിങ്ങളെ അക്രമകാരികളുടെ, നിങ്ങളെ ആക്രമിക്കുന്നവരുടെ ചതി, സിഹറാകട്ടെ, കണ്ണേറാകട്ടെ, മറ്റുള്ള അക്രമമാകട്ടെ, അതൊന്നും നിങ്ങൾക്ക് ഫലിക്കൂല, അതൊന്നും നിങ്ങൾക്ക് തട്ടൂല, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകൂല എന്ന് സൂറത്ത് ആലിമ്രാനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തഖ്വയോടെ ജീവിക്കുക, അള്ളാനെ സൂക്ഷിക്കുക. നാം അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ചിന്ത നമ്മൾക്ക് വേണം. നമ്മൾ രഹസ്യമായ ഒരു കാര്യം ചെയ്തു, അത് ചിലപ്പോ കുടുംബക്കാരോ അയൽവാസികളോ നാട്ടുകാരോ കണ്ടിട്ടുണ്ടാവൂല, പക്ഷെ റബ്ബ് കാണുന്നുണ്ട്. നാം ചിന്തിക്കുന്നത് മുഴുവനും അള്ളാഹുവിനറിയാം, നാം പ്രവർത്തിക്കുന്നത് മുഴുവനും അള്ളാഹുവിനറിയാം. അപ്പൊ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിച്ചാൽ സിഹറൊന്നും നമുക്കൊരു പ്രശ്നേ അല്ല, കണ്ണേറൊരു പ്രശ്നം ഉണ്ടാക്കൂല. അതുപോലെ തന്നെ പിശാചിൽ നിന്നൊരു ഷർറും നമ്മൾക്ക് ഏൽക്കുകയില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, സിഹറിൽ നിന്ന് രക്ഷപ്പെടാൻ, പിശാച് ബാധയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നാം ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. ഇത് പല വീടുകളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ ശ്രദ്ധിക്കേണ്ട കാര്യം? പിശാച് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്ന് പിശാച് എന്താണോ പറയുന്നത് അതാണ് നമ്മൾ ചെയ്യുന്നത്. പിശാചിന് ഇഷ്ടമുള്ള ഒന്നാണ് മ്യൂസിക്, ഹറാമായ മ്യൂസിക്കുകളാ. ഇന്ന് ഇശാ മഗ്‌രിബിന്റെ ഇടയിലൊക്കെ നമ്മളെ വീടുകളിൽ ഹറാമായ മ്യൂസിക്കുകളാണ്. യാത്ര ചെയ്യുമ്പോൾ ഹറാമായ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് യാത്ര പോകുന്നത്, അല്ലെ? ഹറാമായ സിനിമകൾ കണ്ടുകൊണ്ടാണ് യാത്ര പോകുന്നത്, ഹറാമായ വീഡിയോകൾ കണ്ടിട്ടാണ് യാത്ര പോകുന്നത്, അന്യ സ്ത്രീ പുരുഷന്മാരുടെ പരസ്പരമുള്ള കളികൾ കണ്ടുകൊണ്ടാണ് യാത്ര പോകുന്നത്, സീരിയലിന് അടിമയായി നമ്മളെ മക്കള് മാറി, നമ്മളെ സഹോദരിമാര് മാറി. അതുകൊണ്ട് തന്നെ പിശാച് നമ്മളിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുകയാണ്. അപ്പൊ പിശാചിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ഈ ഹറാമായ കാര്യങ്ങളൊക്കെ പിശാചിന് ഇഷ്ടമാണ്. അതുപോലെ തന്നെ മദ്യപാനം, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അടിമകളായി മാറിയിരിക്കുകയാണ്. പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമാണ് മയക്കുമരുന്നിന്റെ ഉപയോഗം, അതുപോലെ തന്നെ മദ്യപാനം. എത്രയോ സഹോദരിമാര് ഭർത്താക്കന്മാരുടെ മദ്യപാനം കാരണം പ്രയാസത്തിലാണ്, കഷ്ടപ്പാടിലാണ്. ആ ഭർത്താക്കന്മാർക്ക് നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ, അവർക്ക് നല്ല ചിന്ത കൊടുക്കണേ റഹ്മാനെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ സിഹറൊക്കെ പെട്ടെന്ന് നമുക്ക് ഫലിക്കും, കണ്ണേറൊക്കെ പെട്ടെന്ന് നമുക്ക് തട്ടും, പിശാചിന്റെ ഷർറുണ്ടാവും, പിശാചിന്റെ ബാധ ഉണ്ടാവും. അപ്പൊ പിശാച് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക. നാം ചെയ്യേണ്ടത് അള്ളാഹുവിനും റസൂലിനും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, പിശാച് നമ്മളെ ശത്രുവാണ്, അവൻ നമ്മളുടെ വ്യക്തമായ ശത്രുവാണെന്ന് ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. പിന്നെ ആ പിശാച് പറയുന്നത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ആ പിശാചിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? രക്ഷപ്പെടാൻ കഴിയൂല. രക്ഷ നൽകണേ അല്ലാ, നല്ല ചിന്ത നൽകണേ റഹ്മാനെ. നാലാമത്തെ വിഷയം, അത്തൗബത്തു മിനദ്ദുനൂബ്, പാപങ്ങൾ ചെയ്താൽ പെട്ടെന്ന് തൗബ ചെയ്യുക. നമ്മൾ ഇങ്ങനെ എന്നും തെറ്റുകുറ്റങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾക്ക് ഷർറ് മാത്രമേ ഉണ്ടാകുള്ളൂ,
പിശാച് വീണ്ടും വീണ്ടും നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരു സമാധാനം ഉണ്ടാവില്ല, എപ്പോഴും ടെൻഷൻ ആയിരിക്കും. ജീവിതത്തിന്റെ രസം നമ്മൾക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ തെറ്റ് ചെയ്താൽ ഉടനെ തൗബ ചെയ്യുക. തെറ്റ് നമ്മളിൽ നിന്നൊക്കെ വരും, നമ്മൾ സാധാരണക്കാരായ മനുഷ്യന്മാരാണ്, തെറ്റുകുറ്റങ്ങളൊക്കെ വരും. തെറ്റ് സംഭവിച്ചാൽ പെട്ടെന്ന് തൗബ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, അസ്തഗ്ഫിറുല്ലാഹ് പോലത്തെ ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക. മറ്റുള്ളവർക്ക് നമ്മൾക്ക് സിഹ്ർ ചെയ്യാൻ തോന്നുകയില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കണ്ണേറുകൾ നമുക്ക് തട്ടാതിരിക്കാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അഞ്ചാമത്തെ കാര്യം, സുബിഹി ഖളാ ആകാതെ നിസ്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് എത്ര വീട്ടിൽ എത്ര ആളുകൾ സുബിഹി ഖളാ ആകാതെ കൃത്യമായി എന്നും നിസ്കരിക്കുന്നുണ്ട്? നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാണേ. സുബഹി നിസ്കാരം അത് നിസ്സാരപ്പെടുത്തേണ്ട ഒരു നിസ്കാരമല്ല. എല്ലാ നിസ്കാരത്തിനും പവർ ഉണ്ട്. ഒരൊറ്റ നിസ്കാരവും ഖളാ ആക്കാൻ പറ്റൂല. അതിൽ വളരെ പ്രധാനപ്പെട്ട നിസ്കാരമാണ് സുബഹി നിസ്കാരം. സുബഹി നിസ്കാരത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് എന്താ പറഞ്ഞത്? മൻ സല്ല സുബ്ഹ്, ഒരാൾ സുബഹി നിസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അള്ളാന്റെ സംരക്ഷണത്തിലാണ്. ഒരാള് സുബഹി നിസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. അള്ളാന്റെ സംരക്ഷണത്തിൽ ഒരാളായി കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഒരൊറ്റ മനുഷ്യർക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധ്യമല്ല. ലോകത്ത് ഒരൊറ്റ ശക്തിക്കും നമ്മളെ ആക്രമിക്കാൻ സാധ്യമല്ല. കാരണം നമ്മൾ അള്ളാഹുവിന്റെ ദിമ്മത്തിലാണ്, അള്ളാഹിന്റെ സംരക്ഷണത്തിലാണ്. അള്ളാഹുവിന്റെ ശക്തിയെ മറികടക്കാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല, സാധ്യമല്ല, സാധ്യമല്ല. അപ്പൊ സുബഹി ഖളാ ആകാതെ കൃത്യമായി നിസ്കരിക്കുക. അതിന്റെ അർത്ഥം മറ്റുള്ള നിസ്കാരങ്ങൾ ഖളാ എന്നല്ല. ഓരോ നിസ്കാരത്തിനും അതിൻ്റെതായ ശ്രേഷ്ഠതകളുണ്ട്. ഓരോ നിസ്കാരം ഖളാ ആക്കിയാൽ അതിൻ്റെതായ ശിക്ഷകൾ നമ്മൾക്ക് ലഭിക്കും. 5 വക്ത് നിസ്കാരം അത് നിർബന്ധമായ ഒരു കാര്യമാണ്, അത് ഒഴിവാക്കാൻ പറ്റൂല. നിസ്കരിക്കാത്ത വീട്ടിൽ എന്ത് ബർക്കത്താ ഉണ്ടാകുക, എന്ത് സന്തോഷം ഉണ്ടാകുക, എന്ത് സമാധാനം ഉണ്ടാകുക. ഓനെ ശൈത്താൻ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് നിസ്കാരം ഖളാ ആക്കരുത്. ആറാമത്തെ വിഷയം അദ്ദുആഉ, പ്രാർത്ഥനയാണ്. നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക. റബ്ബിനോട് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം പ്രിയമുള്ളവരെ. എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചാൽ പോരാ, ഏതെങ്കിലും സദസ്സിൽ പോകുമ്പോൾ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. മുത്തുനബി പറഞ്ഞില്ലേ, അദ്ദുആഉ സിലാഉൽ മുഅ്മിൻ, മുഅ്മിനിന്റെ പരിച എന്തിനേയും തടയാൻ അള്ളാഹു കൊടുത്ത ഒരു പരിചയാണ് പ്രാർത്ഥന. നമ്മൾക്ക് വരുന്ന സർവ്വ മുസീബത്തുകളെയും ആഫത്തുകളെയും തട്ടാനുള്ള ഒരു പരിചയാണ്, ഒരായുധമാണ് ദുആ എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രാർത്ഥിക്കാൻ നല്ല നല്ല സമയങ്ങൾ തെരഞ്ഞെടുക്കുക. ളുഹാഇന്റെ സമയം, അതുപോലെ തന്നെ തഹജ്ജുദിന്റെ സമയം, വെള്ളിയാഴ്ച രാത്രി, അതുപോലെ തിങ്കളാഴ്ച ദിവസം, ഇങ്ങനെ നല്ല നല്ല ദിവസങ്ങളും നല്ല നല്ല സമയങ്ങളും കണ്ടെത്തുക. തഹജ്ജുദിന്റെ സമയം, അത്താഴത്തിന്റെ സമയം, ഇതൊക്കെ നല്ല സമയങ്ങളാണ്. യാത്ര പോകുമ്പോൾ ദുആ ചെയ്യുക. ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏഴാമത്തെ കാര്യം അഊദു ബികലിമാ എന്ന ദിക്ർ ധാരാളം പതിവാക്കുക. ഇത് പിശാചിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയാണ്. പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന്, സിഹറും കണ്ണേറൊക്കെ പിശാചിന്റെ ഉപദ്രവ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയാണ് അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞാൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ആട്ടി ഓടിക്കപ്പെട്ട ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നറിയാത്തവർ ആരാളുള്ളത്? അതിങ്ങനെ ധാരാളം ചെല്ലന്നെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. എന്നാൽ വലിയ കാവലാണ്, എല്ലാ മുസീബത്തുകളിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുപോലെ തന്നെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ഏതാണ്? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ദിക്ർ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ലം യദുറുഹു ശൈഉൻ. ഈ ദിക്ർ രാവിലെ 3 വട്ടം പറയാ, വൈകുന്നേരത്ത് 3 വട്ടം പറയാ. ഇത് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. രാവിലെ 3 വട്ടം പറയാ, വൈകുന്നേര സമയത്ത് 3 വട്ടം പറയാ. അങ്ങനെ പറഞ്ഞാൽ ലം യദുറുഹു ശൈഉൻ. ഇതാരാ പറഞ്ഞത്? മുത്തുനബിയാ പറഞ്ഞത്. ലം യദുറുഹു ശൈഉൻ, ഒന്നും അവനക്ക് തട്ടൂല, ഒരു പ്രയാസം ഉണ്ടാവൂല, വിഷം വരെ ഏൽക്കില്ല എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. പറയാൻ തയ്യാറല്ലേ?
ഇതൊക്കെ ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ, നല്ല രക്ഷ ഉണ്ടാകുള്ളൂ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഈ ദിക്ർ ധാരാളം പതിവാക്കുക. എട്ടാമത്തെ കാര്യം ദിക്റുകൾ ചൊല്ലുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് ദിക്റുകൾ അറിയാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇങ്ങനെ ഒരുപാട് ദിക്റുകൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. രാവിലെ എന്നും ചെല്ലുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് രാവിലെ 6 മണിക്ക് നമ്മളെ മജ്ലിസിൽ ഒരുപാട് ദിക്റുകൾ ചെല്ലാറുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ രാവിലത്തെ ഞങ്ങളുടെ ആ മജ്ലിസിൽ പങ്കെടുക്കുക. പ്രിയമുള്ളവരെ, ആ മജ്ലിസിൽ പങ്കെടുത്തിട്ട് ഒരുപാട് ആളുകൾക്ക് സമാധാനവും സന്തോഷവും റാഹത്തും ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ആ രാവിലെ നടക്കുന്ന ദാറുൽ മുബീൻ മജ്ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ദിക്റുകൾ അധികരിപ്പിക്കുക. അറിയുന്ന ഏതൊക്കെ ദിക്റുണ്ടോ ആ ദിക്റുകളൊക്കെ നിരന്തരമായി ചെല്ലുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ്. ഇത് വളരെ പ്രധാനപ്പെട്ട ദിക്റാണ്. ഇങ്ങനത്തെ ദിക്റുകളൊക്കെ ധാരാളം ചെല്ലുക. അല്ലാഹു പറഞ്ഞല്ലോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഖൽബിന് സന്തോഷം ഉണ്ടാകണമെങ്കിൽ, സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ദിക്ർ കൊണ്ടല്ലാതെ പറ്റൂല. അപ്പൊ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ബന്ധമുണ്ട്. അള്ളാഹു ദിക്റുകൾ ചൊല്ലാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. 9ാമത്തെ കാര്യം ഖുർആൻ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിലെ ഏതേത് പ്രശ്നങ്ങൾക്കും, ഏത് സിഹർ ബാത്തിലാക്കാനും കണ്ണീർ ബാത്തിലാക്കാനും ഖുർആനിൽ വരുന്നുണ്ട്. അപ്പൊ ഖുർആൻ എന്നും പാരായണം ചെയ്യണം. ഒരു ദിവസം പോലും ഖുർആൻ ഓതാത്ത ഒരു ദിവസം ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാവരുത്. നമ്മളെ ക്ലാസ് കേൾക്കുന്നവർക്ക് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഖുർആനിലെ ചില പ്രത്യേക ആയത്തുകളും ചില പ്രത്യേക സൂറത്തുകളും പ്രത്യേകം നമ്മൾ ഓതണം. അതിൽപ്പെട്ട ഒരു ആയത്താണ് ആയത്തുൽ കുർസി. അൽ ബഖറയിലുള്ളതാണ്. അൽ ബഖറയിലെ ആയത്തുൽ കുർസിയെ കുറിച്ച് ഇന്നലത്തെ ക്ലാസ്സിൽ ഒരുപാട് വിശദീകരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഇങ്ങനെയുള്ള പിശാചിന്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ മുത്തുനബി നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ഒരായത്താണ് ആയത്തുൽ കുർസി. അത് ധാരാളം ചൊല്ലുക. ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്ത് ശരീരത്തിലേക്ക് മന്ത്രിക്കുക. ഇങ്ങനത്തെ ശരീരത്തിന് അസ്വസ്ഥതകൾ തോന്നുമ്പോൾ, അതുപോലെ തന്നെ കണ്ണേറേറ്റു എന്ന് തോന്നുമ്പോൾ ആയത്തുൽ കുർസി ഓതിയ സ്വന്തം മന്ത്രിക്കുക. അത്രയും പവർ ഉണ്ട് ആയത്തുൽ കുർസിക്ക്. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്. ഇഖ്ലാസ് അറിയാത്തവരായി ആരുമില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. ഇത് ധാരാളം പതിവാക്കുക. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. സൂറത്തുൽ ഫലഖ് ഇതും ധാരാളം പാരായണം ചെയ്യുക. സൂറത്തുൻ നാസ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഈ സൂറത്തും ധാരാളം പതിവാക്കുക. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ പറഞ്ഞ 3 സൂറത്തുകളും 3 പ്രാവശ്യം ഓതിയിട്ട് കയ്യിലേക്ക് ഓതി മന്ത്രിക്കുക. ശരീരം ആ സകലം തടകുക. എന്നാൽ തന്നെ ശരീരത്തിന്റെ അസ്വസ്ഥതകൾ മാറുകയാണ്, പ്രയാസങ്ങൾ മാറുകയാണ്, പിശാചിന്റെ ശർറിൽ നിന്ന് നമ്മൾക്ക് രക്ഷ നൽകുകയാണ്. അതുപോലെ തന്നെ അൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ ആമന റസൂലു. ഇതൊക്കെ നമ്മൾ മദ്രസയിൽ കാണാതെ പഠിപ്പിക്കുന്നതാണ്. എന്തിനാണ് ഇതൊക്കെ മദ്രസയിൽ കാണാതെ പഠിപ്പിക്കുന്നത്? ജീവിതത്തിൽ ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കൊണ്ടാണ് ആമൻ റസൂലും ആയത്തുൽ കുർസിയും സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ മദ്രസയിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ ആമൻ റസൂലു ധാരാളം പതിവാക്കുക. രാവിലെയും വൈകുന്നേരത്തും എപ്പോഴൊക്കെ ചെല്ലാൻ പറ്റുമോ ആ സമയത്തൊക്കെ ആമൻ റസൂൽ പതിവാക്കുക. വലിയ ബറക്കത്ത് ഉണ്ടാവും, വലിയ ഫലം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. യാതൊരുവിധ സംശയവും വേണ്ട. 10ാമത്തെ കാര്യം സൂറത്തുൽ ബഖറ പ്രത്യേകം ഓതുക എന്നുള്ളതാണ്. സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടിപ്പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ബഖറ കേട്ടാൽ അത് ഓതുന്ന വീട്ടിൽ പിശാചിന് ഇരിക്കാൻ കഴിയില്ല. ഒരു പൊറുതിയുടെ കാരം പെട്ടെന്ന് തന്നെ പിശാച് ആ വീട്ടിൽ നിന്ന് ഓടിപ്പോകുമെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല റസൂലുള്ളാഹി പറഞ്ഞു, ഇഖ്റഉ സൂറത്തുൽ ബഖറ. നിങ്ങൾ സൂറത്തുൽ ബഖറ ഓതണട്ടോ. നിങ്ങൾ സൂറത്തുൽ ബഖറ ഓതണേ, അത് ഒഴിവാക്കരുത്. ഫൈൻ അഖദഹ ബറക. സൂറത്തുൽ ബഖറ മുറുകെ പിടിക്കൽ അത് ബറക്കത്ത് ഉണ്ടാക്കും. നമ്മളെ ജീവിതത്തിൽ, നമ്മളെ വീട്ടിൽ വലിയ ബറക്കത്ത് അള്ളാഹു നൽകുകയാണ്. ആ സൂറത്തുൽ ബഖറ ഉപേക്ഷിക്കല്, അത് ഒഴിവാക്കല് നമ്മൾക്ക് നാശമാണ്, നഷ്ടമേ സംഭവിക്കുകയുള്ളൂ എന്ന് മുത്തുനബി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറ ഓതിക്കഴിഞ്ഞാൽ സിഹ്ർ പോലും ബാത്തിലാകാൻ അത് കാരണമാണ്. അത്രയും പവർഫുള്ളായ വീര്യം കൂടിയ ഒരു സൂറത്താണ് സൂറത്തുൽ ബഖറ. അത് എല്ലാ ദിവസവും വീട്ടിൽ പാരായണം ചെയ്യുക. സൂറത്തുൽ ബഖറ എല്ലാ ദിവസവും വീട്ടിൽ പാരായണം ചെയ്തെന്ന് പറഞ്ഞാൽ
പല ആളുകൾക്കും അത് പ്രയാസം ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ സൂറത്തുൽ ബഖറയിലെ ഒരു 10 ആയത്ത് ഓതുക, ഒരു 10 പേജ് ഓതുക, 1 പേജ് ഓതുക, 2 പേജ് ഓതുക, ആയത്തുൽ കുർസി പ്രത്യേകം ഓതുക, ആമൻ റസൂൽ പ്രത്യേകം ഓതുക. ഇങ്ങനെ സൂറത്തുൽ ബഖറയിലെ ഓരോ പേജെങ്കിലും നമ്മളെ വീട്ടിൽ എല്ലാ ദിവസവും ഓതാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. 11ാമത്തെ കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, ഈത്തപ്പഴം കഴിക്കുക എന്നുള്ളതാണ്. ഈത്തപ്പഴം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ്. പക്ഷെ ഈത്തപ്പഴം കഴിക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഈത്തപ്പഴം അജ്വ ഈത്തപ്പഴമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഈത്തപ്പഴമാണ് അജ്വ ഈത്തപ്പഴം. ഇത് മദീനയിൽ നിന്ന് ലഭിക്കുന്ന ഈത്തപ്പഴമാണ്. ആ മദീനയിലെ അജ്വ ഈത്തപ്പഴം എല്ലാ ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ സിഹർ അവനിക്ക് ഫലിക്കൂല എന്നുള്ളതാണ്. വിഷം പോലും ഏൽക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പല ഇമാമിയങ്ങളും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒരാൾ രാവിലെ മൻ തസബ്ബഹ ബിസബി തംറാത്തി അജ്വ, അജ്വ ഈത്തപ്പഴത്തിൽ നിന്ന് 7 ഈത്തപ്പഴം ഒരാൾ രാവിലെ വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ ലം യദുറുഹു ദാലിക്കൽ യൗം സുമ്മുൻ വലാ സിഹ്റുൻ, അന്നത്തെ ദിവസം ഒരു സിഹറും അവനിക്ക് ബുദ്ധിമുട്ടാക്കൂല, അതുപോലെ തന്നെ ഒരു വിഷവും അവന് കേൾക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും ശക്തിയുള്ള ഒരു ഈത്തപ്പഴമാണ് അജ്വ ഈത്തപ്പഴം. അപ്പൊ കഴിയുന്ന ആളുകളൊക്കെ അജ്വ ഈത്തപ്പഴം കഴിക്കുക. മക്കളൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോ, അതുപോലെ ഉംറയ്ക്കൊക്കെ പോകുന്ന സമയത്ത് അജ്വ ഈത്തപ്പഴം പ്രത്യേകം വാങ്ങാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 12ാമത്തെ കാര്യം എപ്പോഴും ബിസ്മി ചൊല്ലുക എന്നുള്ളതാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലുക. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, വീട്ടിൽ നിന്ന് പോകുമ്പോൾ ബിസ്മി ചൊല്ലണം, അതുപോലെ തന്നെ അടുക്കളയിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, ഗുളിക കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, മരുന്ന് കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. ഇങ്ങനെ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ, ഖുർആൻ ഓതുമ്പോൾ ബിസ്മി ചൊല്ലണം. എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ അതിലൊക്കെ ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധ്യമല്ല. ഒരു ശത്രുവിനും ഒരു സിഹർ കൊണ്ടും ഒരു കണ്ണേറ് കൊണ്ടും നമ്മളെ തകർക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. 13ാമത്തെ കാര്യം മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ ധാരാളം ചൊല്ലുക. ഏതാണ് ദിക്ർ? മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാണ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ല. ഇതൊക്കെ സിമ്പിൾ ആയി പറയാൻ പറ്റുന്ന ദിക്റുകളാണ്. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ, ഇത് ധാരാളം പതിവാക്കുക. 14ാമത്തെ കാര്യം, ഏത് മുസീബത്ത് വരുമ്പോഴും ഏത് ഷർറുകൾ വരുമ്പോഴും, ഇത് ദുനിയാവാണ്, പല മുസീബത്തുകളും ഉണ്ടാകും, പല ഷർറുകളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. കാരണം ഇവിടെ എപ്പോഴും സന്തോഷമൊന്നും ഉണ്ടാവൂല, പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും. എപ്പോഴും സന്തോഷം ലഭിക്കുന്നത് സ്വർഗ്ഗലോകത്താണല്ലോ. അപ്പൊ പ്രയാസങ്ങളും ദുഃഖങ്ങളും മുസീബത്തുകൾ വരുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് സമാധാനിക്കുക. മരിക്കുന്ന സമയത്ത് മാത്രമല്ല ഇന്നാലില്ല പറയേണ്ടത്. കറണ്ട് അങ്ങ് പോയി, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ബൾബ് അങ്ങ് കെട്ടു, ബൾബ് അങ്ങ് ഓഫായി പോയാൽ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതുപോലെ തന്നെ കാലൊരു കല്ല് വീണു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് മുസീബത്ത് വരുമ്പോഴും എന്ത് ഇടങ്ങേറ് വരുമ്പോഴും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞോ, വലിയ ബർക്കത്ത് അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ്. അള്ളാഹുവിനുള്ള വിശ്വാസം മുറുകെ പിടിക്കുക. അള്ളാഹുവേ, സിഹർ കണ്ണേറുകളെ തൊട്ട്, പിശാച് ബാധ പോക്കുവരനെ തൊട്ട്, എല്ലാ തടസ്സങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാണുന്നവരെ കാക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളെ ദുഃഖങ്ങള്, വിഷമങ്ങള്, സങ്കടങ്ങള് അകറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കണേ അല്ലാ. ഫലസ്തീനുള്ള മുത്തുമുഅ്മിനീങ്ങൾക്ക് സംരക്ഷണം നൽകണേ റബ്ബേ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.